ചട്ടലംഘനം ഒഴിവാക്കാൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ വിളിച്ച സ്പെഷ്യൽ സെനറ്റ് യോഗം ഇന്ന് നടക്കും. രാവിലെ 11 സർവകലാശാല ആസ്ഥാനത്താണ് യോഗം ചേരുക. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അംഗീകരിക്കൽ മാത്രമാണ് യോഗത്തിന്റെ അജണ്ട. നവംബർ 1 വിളിച്ച സെനറ്റ് യോഗം ചട്ടവിരുദ്ധമാണെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയായിരുന്നു VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അസാധാരണ നീക്കം. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. റിനു, ഈ നവംബർ 1 യോഗം ചേരുന്നെങ്കിൽ അത് 4 മാസത്തിൽ ഒരിക്കൽ യോഗം ചേരണം എന്നുള്ള ചട്ടത്തിന് വിരുദ്ധമാവും എന്നത് ചർച്ചയായതിന് പിന്നാലെയാണ് VCയുടെ ഭാഗത്ത് നിന്ന് അസാധാരണമായൊരു നീക്കമുണ്ടായത്. സ്പെഷ്യൽ സെനറ്റ് വിളിക്കാനുള്ള നീക്കമുണ്ടായത്. എന്തൊക്കെ അജണ്ടയിലേക്ക് വരും? വിവരങ്ങൾ എന്താണ് റിനു ശ്രീധർ? പ്രവിധ, എന്തായാലും സിൻഡിക്കേറ്റുമായും സെനറ്റുമായും കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഗവർണറും അതുപോലെ തന്നെ വൈസ് ചാൻസലർ മോഹനം കുന്നുമ്മലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നവംബർ 1 നിലവിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഒരു ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഒരു സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം ഇന്ന് 11 മണിക്ക് ചേരുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സർവകലാശാല ആസ്ഥാനത്ത് വെച്ചാണ് ഈ യോഗം ചേരുക. ഇതിൽ അജണ്ടയായി നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, രജിസ്ട്രാർ അനിൽകുമാർ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് ചർച്ച ചെയ്യാൻ ഒരു തരത്തിലുള്ള യോഗവും നിലവിൽ വിളിച്ചു ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. ഇതിനിടയിലാണ് ഒരു സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ BJP സിൻഡിക്കേറ്റ് അംഗത്തെ ഇടത് സംഘാംഗങ്ങൾ വലിയ രീതിയിൽ ആക്ഷേപിച്ചെന്ന് അടക്കമുള്ള പരാതികൾ ഉയരുന്നുണ്ട്. വൈസ് ചാൻസലർക്ക് അത്തരത്തിൽ ഒരു പരാതി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും മോഹൻ കുന്നുമ്മൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസാധാരണ നടപടിയിലേക്ക്, അസാധാരണ നീക്കത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും സർവകലാശാല ആസ്ഥാനത്ത് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യോഗം വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.